നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ നസർ പുതിയ കോച്ചിന് കീഴിൽ ഇന്ന് ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. ലൂയിസ് കാസ്ട്രോയെ സാക്ക് ചെയ്തു. പകരം ഇറ്റാലിയൻ കോച്ച് സ്റ്റെഫാനോ പിയോളിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അൽ നസർ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ഇന്ന് ആദ്യ പരീക്ഷണം, അഗ്നി പരീക്ഷ അൽ ഇത്തിഫാക്കിനെതിരെയാണ്. കിടിലൻ ഫോമിലാണ് ഇത്തിഫാക്ക്. കളിച്ച 3 കളികളും വിജയിച്ച് സ്റ്റീവൻ ജെറാർഡിന്റെ കുട്ടികൾ മിന്നും ഫോമിൽ നിൽക്കവെയാണ് അവരെ നേരിടാൻ അൽ നസർ പുതിയ കോച്ചിന് കീഴിലെത്തുന്നത്. ഒട്ടും എളുപ്പമാവില്ല. മത്സരം അൽ ഇത്തിഫാക്കിന്റെ ഹോം മത്സരമാണ്. സൗദിയിലെ അൽ കോബാറിലെ അബ്ദുള്ള അൽ ദാബിൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 കളി ആരംഭിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അൽ ഇത്തിഫാക്ക് പൊളിച്ചടുക്കിയ തുടക്കമാണ് ഈ സീസണിൽ ഇട്ടിരിക്കുന്നത്. 3 കളികൾ കളിച്ച് 3 വിജയിച്ച് 9 പോയിന്റ്. ഇങ്ങനെ സൗദി പ്രോ ലീഗിൽ കളിച്ച 3 കളികളും വിജയിച്ച മറ്റ് 2 ടീമുകൾ കൂടിയേ ഉള്ളൂ. അത് അൽ ഇത്തിഹാദും അൽ ഹിലാലുമാണ്. സോ അൽ ഇത്തിഹാദിനോടും അൽ ഹിലാലിനോടും ഒപ്പം കിടപിടിക്കുന്ന രൂപത്തിലാണ് സ്റ്റീവൻ ജെറാർഡിന്റെ ടീം ഇപ്പോഴുള്ളതെങ്കിൽ നിലവിൽ 3 കളി കളിച്ചിട്ട് ഒറ്റ വിജയം മാത്രം. 2 സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു. അൽ നസറിന് 5 പോയിന്റ് മാത്രമേ ഉള്ളൂ. കോച്ചിനെ സാക്ക് ചെയ്യപ്പെടേണ്ടി വന്നു. അങ്ങനെ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത് അൽ നസർ. പക്ഷേ തിരികെ വന്നേ പറ്റൂ. ഇറ്റാലിയൻ പരിശീലകൻ സ്റ്റെഫാനോ പിയോളി ഏത് രൂപത്തിൽ ടീമിനെ ഉത്തേജിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ അൽ നസറിന്റെ ടീം അൽ കോബാറിലേക്ക് എത്തിയിട്ടുണ്ട്. CR7 അടക്കമുള്ളവർ ടീമിനോടൊപ്പമുണ്ട്. അവരുടെ ആദ്യ 11 എങ്ങനെയാവും എന്നുള്ളതിന്റെ ഒരു സൂചന സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്നുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഉണ്ടാവും. ഡിഫൻസിൽ ലാപ്പോർട്ടും സിമാക്കനും സെന്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് അൽ നജിദിയും സുൽത്താനും ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ അൽ ഖൈബരിയും മുക്താറും ഒപ്പം ഒറ്റാവിയോയും, പിന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ സാദിയോ മാനെ, ആൻഡേഴ്സൺ ടാലിസ്ക, ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിശക്തമായിട്ടുള്ള ടീം എന്ന് തന്നെ പറയാം. പക്ഷേ കടലാസിലെ മികവ് കളിക്കളത്തിൽ എങ്ങനെ കാണുമെന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.